ആം ആദ്മി പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഡൽഹിയിൽ പൂട്ടാനുള്ള തകൃതിയായ പ്ലാനുമായി ബി.ജെ.പി. ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ടാകും. യുവാക്കൾ, അതുപോലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്നിവരിലാണ് ബി.ജെ.പി. ഫോക്കസ് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി തന്നെ പ്രചരണത്തിന് ഇറങ്ങുക മാത്രമല്ല, സ്ഥാനാർത്ഥിയായും മന്ത്രിമാർ എത്തിയേക്കും. ഇതാണ് ബി.ജെ.പിയുടെ പ്രധാന പ്ലാൻ. ഡൽഹിയിൽ 7 സീറ്റുകളാണുള്ളത്. ആരൊക്കെ സ്ഥാനാർത്ഥികളാവണമെന്ന കാര്യത്തിൽ ഗ്രൗണ്ട് സർവേയും ബി.ജെ.പി. നടത്തുന്നുണ്ട്. ജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നത്. എം.പിമാർക്ക് ജയസാധ്യതയില്ലെങ്കിൽ ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. 2022 MCD തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കും. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് ഓരോ മണ്ഡലത്തിലേക്കും ഓരോ നേതാക്കളെയാണ് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ പാർലമെന്റ് മണ്ഡലങ്ങളെ ക്ലസ്റ്ററുകളാക്കി തിരിച്ചിരിക്കുകയാണ്. 3-4 സീറ്റുകൾ വരുന്നതാണ് ഓരോ ക്ലസ്റ്റർ. ഇവയുടെ ചുമതല പ്രാദേശിക നേതാക്കൾക്കായിരിക്കും. ഇവർ പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ചില സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ രീതി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഡൽഹിയിലും അടുത്തു തന്നെ ഈ പ്രഖ്യാപനമുണ്ടാകും. ഇവർ നേരിട്ട് ദേശീയ കമ്മിറ്റിയെ വിവരങ്ങൾ ധരിപ്പിക്കും. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണവും ഇവർ തേടും. അതിലൂടെ മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂ. ദേശീയ കമ്മിറ്റിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ്, ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരാണുള്ളത്. ഇവരാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സ്ത്രീകൾക്ക് ഡൽഹിയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന കാര്യമാണ് ബി.ജെ.പിയുടെ പരിഗണനയിലുള്ളത്. ഒന്നിലധികം വനിതാ സ്ഥാനാർത്ഥികൾ ബി.ജെ.പിയിൽ നിന്നുണ്ടാവുമെന്നാണ് സൂചനയും. യുവ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ മുൻതൂക്കം ലഭിക്കും. പല വെറ്ററന്മാരെയും തഴയാൻ സാധ്യത കൂടുതലാണ്. ഡൽഹിയിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും 70 വയസ്സിന് മുകളിലുള്ള സ്ഥാനാർത്ഥികൾ ബി.ജെ.പി. പട്ടികയിൽ ഉണ്ടാവില്ല. അതേസമയം രാജ്യസഭയിലെ നേതാക്കൾക്ക് ഇത്തവണ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും ഇതോടെ കുറയും. പ്രത്യേകിച്ച് ഇവർ 3ാം ടേമിലാണ് പാർലമെന്റിൽ എത്തിയതെങ്കിൽ. ഡൽഹിയിലെ 5 ലോക്സഭാ എംപിമാർ 10 വർഷം പൂർത്തിയാക്കുകയാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ബി.ജെ.പി. പരിശോധിക്കുന്നുണ്ട്. ജനപ്രിയരല്ലാത്ത എംപിമാരെ മാറ്റാനാണ് തീരുമാനം. ലോക്സഭയിൽ പ്രകടനം മികച്ചതല്ലാത്തവരും അതുപോലെ MCD തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാര്യമായ ഗുണമില്ലാത്തവരുമായ എംപിമാരെ ഇത്തവണ തഴയും. രാജ്യസഭയിൽ 3 ടേം കഴിഞ്ഞവർക്ക് ഇത്തവണ പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ടി വരും. ഇതിൽ കേന്ദ്രമന്ത്രിമാർ വരെയുണ്ട്. എന്നാൽ ഇവർ സ്വന്തം സീറ്റ് തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിൽ ബി.ജെ.പിക്ക് പിടികൊടുക്കാതെ കെജ്രിവാളും കൂട്ടരും അവരുടേതായ പ്ലാനിങ്ങുമായി അരങ്ങത്തു തന്നെയുണ്ട്.